നമ്മുടെ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ മോശയുടെ അനുഭവത്തിൽ നിന്ന് മോശ ഇങ്ങനെ പറയുന്നു: നമ്മുടെ ദൈവം മഹാദയുള്ളവൻ, കൃപയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആയിരം തലമുറകളാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഇനി തെറ്റുകളെ വെറുതെ വിടില്ല, നിശ്ചയമായും ശിക്ഷിക്കുന്ന, സന്ദർശിക്കുന്ന ദൈവമാണ്. ഏറ്റുപറയാത്ത പാപത്തെ സന്ദർശിക്കുന്ന ദൈവമാണ്. അത് 3-4 തലമുറയോളം സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഓർക്കുക, ബ്ലസ്സിങ്സ് 1000 തലമുറയോളം സന്ദർശിക്കുന്നു എന്നതാണ്. ആയതിനാൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് തലമുറകൾക്ക് വേണ്ടി അനുഗ്രഹം സംഗ്രഹിക്കുന്നവരെ തീരുന്നുണ്ട്. 1000 തലമുറകളെ അനുഗ്രഹിക്കുന്ന തക്ക രീതിയിൽ വിശ്വസ്തമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കണം. ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സകലവിധ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭ്യമായി തീർന്ന അനുഗ്രഹങ്ങളാണ് എന്ന് ഓർക്കുക. അവരോട് കർത്താവ് നൽകിയ വാഗ്ദത്തമാണ് 1000 തലമുറയോളം ഞാൻ നിന്നെ അനുഗ്രഹം കൊണ്ട് സന്ദർശിക്കുമെന്നുള്ളത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാം, സമർപ്പണമുള്ളവരായിരിക്കാം. അനുഗ്രഹത്തിന് യോഗ്യമായ ജീവിതം നയിച്ചുകൊണ്ട് തലമുറകൾക്ക് സമ്പത്ത് സ്വരൂപിക്കലല്ല, തലമുറകൾക്ക് മറ്റു പലതും സ്വരൂപിച്ച് വയ്ക്കലല്ല ചെയ്യേണ്ടത്. പകരം ദൈവ അനുഗ്രഹത്തെ സ്വരൂപിച്ച് വച്ചുകൊണ്ട് മുന്നോട്ട് പോകാം.